വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് കടബാധ്യതയാണെന്ന് പോലീസിന് മുന്നിൽ ആവർത്തിച്ച് അഫാൻ. സിനിമകൾ കൊലപാതകത്തിന് പ്രചോദനമായിട്ടില്ല എന്നും പ്രതിയുടെ മൊഴി. മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നാളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഇതിനുശേഷം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കസ്റ്റഡിയിൽ വാങ്ങും. പാങ്ങോട്ടെ കേസിന് പുറമെ വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലും അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിനിടെ ഇളയ മകൻ അസാന്റെ മരണവാർത്ത സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷമിയെ അറിയിച്ചു. പിതാവ് റഹീമിന്റെ സാന്നിധ്യത്തിലാണ് മകന്റെ മരണവാർത്ത അറിയിച്ചത്. താനിനി എന്തിനു ജീവിച്ചിരിക്കണമെന്നായിരുന്നു ഷമിയുടെ പ്രതികരണം. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴും അഫാൻ പഴയ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കുടുംബത്തിന്റെ തീർത്താൽ തീരാത്ത സാമ്പത്തിക ബാധ്യതയും ഉമ്മുമ്മയോടുള്ള പകയുമാണ് കൊലപാതക കാരണമെന്നാണ് അഫാന്റെ മൊഴി. അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ മാനസിക നില പരിശോധിക്കാനായി പോലീസ് മാനസികാരോഗ്യ വിദഗ്ധരുടെ പാനലും തയ്യാറാക്കിയിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷം കോടതിയുടെ അനുമതിയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷമായിരിക്കും മാനസികാരോഗ്യ പരിശോധന നടത്തുക. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാന്റേത് അസാധാരണമായ പെരുമാറ്റമെന്നാണ് പോലീസിന്റെയും ഡോക്ടർമാരുടെയും വിലയിരുത്തൽ. കൂട്ടക്കൊലപാതകങ്ങൾക്കിടയിൽ പുറത്തിറങ്ങുമ്പോഴും സാധാരണ മനുഷ്യനെ പോലെയായിരുന്നു അഫാന്റെ പെരുമാറ്റം. ഈ സാഹചര്യത്തിലാണ് അഫാന്റെ മാനസിക നില പരിശോധിക്കാൻ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാൻ പോലീസ് തീരുമാനിച്ചത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.